മെറ്റോന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. കഴിഞ്ഞ ആഴ്ച അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അബ്രഹാമിൻ്റെ വിശ്വാസം ഏത് രീതിയിലായിരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. 17-ാം വാക്യം തൊട്ടാണ് നമ്മൾ പഠിച്ചത്. 4:17 മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ എന്താണ് ചെയ്തത്? അവൻ ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ചു. അതുകൊണ്ട് 100 വയസ്സായപ്പോഴും അവൻ മരിച്ച അവസ്ഥയിലായിരുന്ന നിർജീവമായി പോയ സാറയുടെ ഗർഭപാത്രവും അവൻ്റെ ശരീരവും, ആരുടെ? അബ്രഹാമിൻ്റെ ശരീരവും ദൈവം വീണ്ടും ജീവിപ്പിച്ചിട്ട് അതിൽ കൂടി വാഗ്ദത്തത്തിൻ്റെ നിവർത്തി സാധ്യമാക്കിയതായി കാണിച്ചു. അതാണ് പൗലോസ് 4-ാം അധ്യായത്തിൽ പറയുന്നത്. അതുകൊണ്ട് അതിനുശേഷം എന്താണ്? അവനത് കണക്കിട്ടതുപോലെ അവിടെ അത് അവസാനിക്കുന്നില്ല. ഇത് നമ്മെ വിചാരിച്ചും കൂടിയാണ് പറയുന്നതെന്നാണ് 23-ാം വാക്യത്തിൽ പറയുന്നത്. 23-ാം വാക്യത്തിൽ അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്ന അവനെ വിചാരിച്ച് മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടിയാവുന്നു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവരിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാൻ ആകയാൽ തന്നെ. ക്രിസ്തീയ വിശ്വാസം ഏത് രീതിയിലാണ്? ക്രിസ്തീയ വിശ്വാസം അബ്രഹാമിൻ്റെ വിശ്വാസത്തോട് ചേർത്ത് ഘടിപ്പിച്ച് പറയുന്ന, അതിനോട് ചേർത്ത് ലിങ്ക് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്. നമ്മെ വിചാരിച്ചും കൂടിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. എന്താണ്? മരിച്ചവരെ ജീവിപ്പിക്കുന്നവനായ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. എന്താണ് മരിച്ചവരെ ജീവിപ്പിച്ച്? അബ്രഹാമിൻ്റെ വാർദ്ധക്യം വീണ്ടും റിജുവിനേറ്റ് ചെയ്തു. സാറയുടെ ഗർഭപാത്രം മരിച്ചിരുന്ന് അത് ജീവിപ്പിച്ചു. അതാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നതിനായി അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. നാമും നീതീകരിക്കപ്പെടണമെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഉയർക്കപ്പെട്ട ക്രിസ്തുവിൽ വിശ്വസിക്കണം. മരിക്കുക, അതുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കുക. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന വിശ്വാസമാണ് നമ്മെ നീതീകരിക്കുന്നത്. പഴയ നിയമത്തിലെ ഫുൾഫിൽമെൻ്റ് പോലെ കർത്താവ് നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത്. യെശയ്യാ 51:5 പറയുന്നു. ആ വാക്ക് അതിക്രമം എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിക്രമങ്ങൾക്ക് അവൻ്റെ കഷ്ടാനുഭവത്തോടുള്ള ബന്ധവും കഷ്ടാനുഭവത്തിൻ്റെ കാരണവും വെളിപ്പെടുത്തുന്നു. അവനിൽ പാപമില്ല, ശരിക്കും അവനെ പാപമാക്കപ്പെട്ടതാണ്. കർത്താവിനെ മരണത്തിന് ഏൽപ്പിക്കുകയായിരുന്നു. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ പാപം അവൻ ഏറ്റെടുത്ത് യാഗമായി തീർന്നു. ദൈവത്തിൻ്റെ നിശ്ചിതമായ നിയമമായിട്ടുള്ള യാഗം യേശുക്രിസ്തുവിൽ കൂടി പൂർത്തീകരിക്കുന്നു. അവിടെ ഒരു റിഡംഷൻ, വീണ്ടെടുപ്പാണ് വരുന്നത്. ആ വീണ്ടെടുപ്പിൽ കൂടി നമ്മളെ വീണ്ടെടുത്തു, പുതിയ സൃഷ്ടിയാക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് നിത്യജീവൻ തരുന്ന എറ്റേണൽ ലൈഫ് ആൻഡ് ഉയർപ്പിൽ നമ്മൾ വിശ്വസിക്കുകയും കൂടെ ചെയ്യുമ്പോഴാണ്. 2 കാര്യമുണ്ട്. അതാണ് 6-ാം അധ്യായത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. കർത്താവിനോട് കൂടി മരിച്ച് അടക്കപ്പെട്ടു, പുതിയ സൃഷ്ടിയായി ഉയർത്തെഴുന്നേൽക്കുന്നു. മരിക്കാതെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേൽക്കത്തില്ല, അതിന് അർത്ഥമില്ല പറയുന്നത്. അതുകൊണ്ട് മരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഓൾഡ് സെൽഫിലെ, നമ്മുടെ പഴയ മനുഷ്യനെ പൂർണ്ണമായിട്ട് മരിക്കുക എന്നുള്ള ഒരു കാര്യം. അതാണ് ദൈവത്തിന് അപ്പോഴേ പ്രവർത്തിക്കാൻ പറ്റൂ. നമ്മുടെ സെൽഫും പൊക്കിക്കൊണ്ട് നമ്മൾ നടന്നു കഴിഞ്ഞാൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുകയില്ല. ഐ ഷുഡ് ബി പ്രൗഡ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും നമ്മളെ തന്നെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ഐ ഷുഡ് ബി പ്രൗഡ് ഓഫ്. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ പ്രൗഡ്നെസ്സിന് യാതൊരു വാല്യൂവും ഇല്ല. ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിൽ നീ മരിക്കണം, എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ശക്തി നിന്നെ ജീവിപ്പിച്ച് പുതിയ സൃഷ്ടിയാക്കുകയുള്ളൂ. അതുകൊണ്ട് നീ മരിക്കണം എന്നുള്ള ദൈവത്തിൻ്റെ വലിയ കൽപ്പന ഇതിവിടെ പൗലോസ് അവിടെ കാണിക്കുകയാണ്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കൂടി അബ്രഹാം മരിച്ചു, സാറ മരിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ നിർജീവ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ മോശയുടെ കാര്യം അങ്ങനെയാണ്. മോശ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ സൂചിപ്പിച്ചാണ്. മോശയും ശരിക്കും പറഞ്ഞാൽ മരിച്ചു, എങ്കിൽ മാത്രമേ ദൈവത്തിന് അവനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ യൂസ് ചെയ്യപ്പെടണമെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ നമ്മുടെ ജീവനെ നമ്മൾ മരിക്കണം. യേശുക്രിസ്തു പറഞ്ഞ അതാണ്, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ ഫലം കായ്ക്കും. അതിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന, അതിൽ നിന്ന് ജെർമിനേറ്റ് ചെയ്ത് വരുന്ന പുതിയൊരു സംഭവമാണ്, പുതിയ ഇലയോടുകൂടി. അതുമായിട്ട് ഒരു ബന്ധവുമില്ല.
ആ ധാന്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊരു പുതിയ സൃഷ്ടിയാണ് ഉടലെടുക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മളെയും ദൈവം ഉയർപ്പിക്കും. നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും നീതീകരണം കണക്കിടുവാൻ തന്നെ അങ്ങനെയാണ് നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്ന നാമം കണക്കിട്ടിരിക്കുകയാണ്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മളൊരു അക്കൗണ്ടൻസിയൊക്കെ പഠിക്കുന്നവരോട് പറഞ്ഞാൽ അറിയാം, ഈ ഒരു സൈഡിൽ സിൻ പാപത്തിൻ്റെ പാപക്കടം ഒരു സൈഡിൽ വിശ്വാസത്തിൻ്റെതായിട്ടുള്ള ക്രെഡിറ്റ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. അക്കൗണ്ടൻസിയിലെ പാപക്കടം, അപ്പുറത്തെ വിശ്വാസം. അങ്ങനെ പാപത്തിൻ്റെ കടം സിൻ എല്ലാം തന്നെ യേശു കാൽവറിയിൽ പേ ചെയ്തു. എന്നിട്ട് നമ്മൾ വിശ്വാസത്താലെ അത് പ്രാപിക്കുന്നു. അതായത് യേശുക്രിസ്തു എല്ലാ കടവും, നമ്മുടെ ശാപവും പാപവും രോഗവും എല്ലാ സാധനവും യേശുക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടി നമുക്ക് കിട്ടി. ഓൾ ഡെബ്റ്റ്സ് ക്ലിയർഡ്, എല്ലാ പാപവും എല്ലാ കടവും മാറ്റി. എന്നിട്ട് എന്താണ് മനസ്സിലാക്കി? ജീസസ് റൈച്ചസ്നെസ്, യേശുവിൻ്റെ നീതി നമ്മളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നാണത് പറയാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞാൽ ഏത് കോടതിയിലും ഒരു പാപത്തിന് ഒരു ശിക്ഷയുള്ളൂ, രണ്ട് ശിക്ഷയില്ല. സബ്സ്റ്റിറ്റ്യൂഷൻ തിയറി എന്ന് പറയുന്ന പോലെ ദൈവം യേശുക്രിസ്തുവിൽ കൂടി ആ പാപത്തിൻ്റെ പരിഹാരം നമ്മുടെ ജീവിതത്തിലേക്ക് തന്നു. നമ്മൾ മരിക്കേണ്ടടുത്ത് യേശുക്രിസ്തു മരിച്ചു. ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയാം. ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടി ഒരു മോട്ടോർ സൈക്കിളിൽ പോകാമെന്നിരിക്കട്ടെ. അവന് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല, എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. അവൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോവാം. അവൻ എന്തൊക്കെയോ ചില വികൃതികൾ കാണിക്കുകയോ അല്ലെങ്കിൽ എന്തൊക്കെയോ അവന് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് എന്തൊക്കെയോ കാണിച്ച് ഓടി വഴി വെച്ച് പോലീസ് പിടിച്ചു കഴിഞ്ഞിട്ട് പോലീസ് അവനോട് ചോദിച്ചു, നിനക്ക് ലൈസൻസ് ഉണ്ടോ? അവൻ ലൈസൻസ് ഇല്ല. എനിക്ക് ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ലൈസൻസ് കാണിച്ചു. കാരണം ഓടിക്കുന്നവനിലെ പുറകെ ഇരിക്കുന്നവന് ലൈസൻസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു കഴിഞ്ഞപ്പം അവനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ ലൈസൻസ് കൊണ്ടുവന്നില്ലല്ലോ, നീ അവൻ്റെ ലൈസൻസ് തൽക്കാലം ഇവിടെ വെച്ചേക്കുക, നീ പോയി നിൻ്റെ ലൈസൻസ് എടുത്തുകൊണ്ട് വന്നിട്ട് ഞാനിത് റിലീസ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് പോലീസ് അത് പിടിച്ചു വെച്ചു. അവൻ്റെ ലൈസൻസിന് പകരം എൻ്റെ ലൈസൻസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഞാനൊരു ഉദാഹരണമായിട്ട് പറയാണ്. യേശുക്രിസ്തുവിൻ്റെ മരണം, ഞാൻ മരിക്കേണ്ടടുത്താണ് യേശുക്രിസ്തുവിൻ്റെ മരണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അങ്ങനെ എന്താണ്, എനിക്ക് വിശ്വാസം വന്നു. എന്നാൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ അബ്രഹാമും ഒക്കെ വിശ്വാസം നീതീകരിക്കപ്പെട്ടിട്ടും അവർക്ക് ആ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് കണ്ട് അഭിവന്ദിച്ച് ഭൂമിയിൽ അവർ അന്യരും പരദേശികളെന്ന് ഏറ്റുപറഞ്ഞ് വിശ്വാസത്തിൽ മരിച്ചു. നമ്മുടെ മുമ്പെയുള്ള പൂർവ്വപിതാക്കന്മാരുടെ കാര്യം എബ്രായർ 11:13 വാക്യമാണ് ഞാൻ പറഞ്ഞത്. ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ടു. എന്നാൽ യേശുക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ നമുക്ക് കണക്കിട്ട്, വിശ്വസിക്കുന്നവർക്ക് കണക്കിട്ട് തന്നിരിക്കുന്നത് ഈ ഒരു കൃപായുഗത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. 1 പത്രോസ് 1:21 നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു അവന് തേജസ്സും കൊടുത്തിരിക്കുന്നു. നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളുവാൻ ദൈവം അവരെ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇന്നും ലോകത്തിന് മനസ്സിലാവാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത് ഇന്നും ലോകത്തിന് മനസ്സിലായിട്ടില്ല. ശരിക്കും എങ്ങനെയാണ് ഒരു വ്യക്തി മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നത്? അതൊരു ഫാക്റ്റാണോ, അതൊരു ഇല്യൂഷനാണോ എന്നൊക്കെ ഇപ്പോഴും ആൾ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് ജീസസ് റൈച്ചസ്നെസ്, നീതി ട്രാൻസ്ഫേർഡ് ടു അസ്, നമ്മളിലേക്ക് ചെയ്തുകൊണ്ട് ദൈവം നമ്മളെ കുറ്റം വിധിക്കുന്നില്ല. ഐ ആം ഫ്രീ, ഞാൻ ഫ്രീ ആണ്. 24 വാക്യത്തിൽ റിഡംഷൻ ബൈ ഡെത്ത് എന്ന് പറയുന്നു. അതേ വാക്യത്തിൽ തന്നെ ജസ്റ്റിഫിക്കേഷൻ
ബിലീവിങ് ഇൻ ഹിസ് റിസറക്ഷൻ. നീതീകരണം അവൻ്റെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു. ഇതാണ് ഇത് നമ്മൾ വിശ്വസിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതാണ് നമുക്ക് കണക്കിട്ടിരിക്കുന്നത്. നീതീകരണം നമ്മൾ പ്രാപിക്കുന്നത് അങ്ങനെയാണ്. ഈ ക്രിസ്തു എന്തിനു മരിച്ചു എന്ന് ചോദിച്ചാൽ ഒരുപാട് ഒരു വലിയൊരു സ്റ്റഡിയാണ്. ക്രിസ്തു എന്തിനു മരിച്ചു എന്ന് ചോദിച്ചാൽ ശരിക്കും നമ്മളെ നീതീകരിക്കാനായിട്ട്, നമ്മളെ റിഡീം ചെയ്യാനായിട്ടാണ് ക്രിസ്തു മരിച്ചത്. ബൈബിളിലെ റെഫറൻസ് എടുത്താൽ ഞാൻ ഒരു എഴുതി വെച്ചിരിക്കുന്നത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഞാൻ ഈ പഠിക്കുന്നതുകൊണ്ട് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതൊന്ന് വായിച്ച് കേൾപ്പിക്കാം. പാപത്തിന് പ്രായശ്ചിത്തം വരുത്തുവാൻ, പാപപരിഹാരം വരുത്തുവാൻ, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം പാപം പോക്കി ശുദ്ധീകരിപ്പാൻ, നാം പാപം സംബന്ധിച്ച് മരിക്കുന്നവരാകുവാൻ, നാം അവനിൽ ദൈവനീതിയാകേണ്ടതിന്, ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന്, നമ്മുടെ സ്വയത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ, നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് ക്രിസ്തു മരിച്ചു. ഞാൻ ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ, ഈ 9 ഐറ്റംസ് പറഞ്ഞത് ഈ വാക്യവുമായിട്ട് നിങ്ങളൊന്ന് ചേർത്ത് ചിന്തിക്കുമ്പോഴേ ആ പറഞ്ഞ കോമൺ പോയിൻറ്റ്സ് എല്ലാം അതിനകത്തുണ്ട്. പാപപരിഹാരം, യേശുവിൻ്റെ മരണം പാപപരിഹാരമാണ്. എന്താണ്? കർത്താവിനെ പാപമാക്കി മാറ്റി. കർത്താവിൽ പാപമില്ലായിരുന്നു, എന്നാൽ അവനെ പാപമാക്കി മാറ്റി. അവൻ മരണത്തിന് ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് എന്താണ്? പാപസംബന്ധമായി മരിച്ചവരായ നമ്മളെ അവൻ ജീവൻ തരുവാനായിട്ട്, അത് ദൈവത്തിൻ്റെ നീതിയാണ്. ദാറ്റ് ഈസ് ദ ഗോഡ്സ് വേ ഓഫ് സാൽവേഷൻ. ദൈവത്തിൻ്റെ രക്ഷയുടെ മാർഗമാണ്. എന്തിനു വേണ്ടിയാണ്? മരണത്തിൽ നിന്ന് വിടുവിക്കാൻ, മരണത്തിൽ നിന്ന് ഇതിൻ്റെ രണ്ടിൻ്റെയും പിതാവായി, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഭവനായ പിതാവായ പിശാചിൽ നിന്ന് വിടുവിക്കേണ്ടതിന്, ദൈവത്തിലേക്ക് ഉള്ള പ്രവേശനം ഈസിയാക്കുന്നതിന് വേണ്ടി യേശുക്രിസ്തു മരിച്ചു. ഈ വലിയ ഫാക്റ്റ് നമ്മളിന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഈ ഫാക്റ്റ് വിശ്വസിക്കുക മാത്രമല്ല, അത് നമ്മുടെ ജീവിതങ്ങളിലെ വലിയൊരു രക്ഷയുടെ പ്രവർത്തനം നടത്തുന്നുണ്ടോ എന്ന് നമ്മളെ ചിന്തിക്കേണ്ട ആവശ്യമാണ്. അബ്രഹാമിൻ്റെ എക്സാമ്പിള്, ദാവീദ് അനുതാപം പറഞ്ഞു, അബ്രഹാമിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു, വിശ്വാസികളുടെ പിതാവായ അബ്രഹാം അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. നമ്മുടെ പാപക്കടങ്ങളെല്ലാം മാറി നമ്മുടെ ഫെയ്ത്ത് ക്രെഡിറ്റ്, സിൻ ഡെബിറ്റ്സ് ചേഞ്ച് ഇൻടു ഫെയ്ത്ത് ക്രെഡിറ്റ്. പാപത്തിൻ്റെ ഡെബിറ്റുകൾ, കടങ്ങളെല്ലാം മാറിക്കൊണ്ട് വിശ്വാസത്തിൽ അത് ക്രെഡിറ്റായി മാറി എന്ന് കാണുന്നു. ഈ 4-ാം അധ്യായം കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇതുപോലെ നേരത്തെ ഉള്ള ഒത്തിരി ചോദ്യങ്ങളുണ്ട്, ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിനെല്ലാം പൗലോസ് തർക്കശാസ്ത്രം പോലെ എല്ലാത്തിനും ഉത്തരം പറയുകയാണ്. ഉത്തരം പറഞ്ഞുകൊണ്ട് 5-ാം അധ്യായത്തിലെ താത്വിക ചിന്തകളുടെ ഒരു ലോജിക്കൽ പ്രസൻറ്റേഷൻ പോലെ 5-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ നേരത്തെ ചിന്തിച്ച റോമർ 3:21 മുതൽ 5:11 വരെ 5:11 വരെ കൊണ്ടുവന്ന് ഈ സാൽവേഷൻ പ്രോസസ്സ് എൻഡ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് വിശുദ്ധീകരണം ആരംഭിക്കുന്നത്. സാൽവേഷൻ പ്രോസസ്സിൻ്റെ കൺഫർമേഷൻ കൊണ്ടുവരികയാണ്. എന്നാൽ ഇനി അടുത്തുള്ള എപ്പിസോഡ് എന്ന് പറയുന്നത് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള എപ്പിസോഡാണ്. എന്ന് വെച്ചാൽ 11 വാക്യമുള്ളെങ്കിലും എനിക്ക് തോന്നുന്നത് അതൊരു 4-5 എപ്പിസോഡ് കൊണ്ടേ ആ 11 വാക്യം തീരുള്ളൂ. കാരണം അത് ഭയങ്കര ഡീറ്റെയിൽഡായിട്ട് ഇത് കൊണ്ടുവന്ന് കൺക്ലൂഡ് ചെയ്യാണ്. ആ കൺക്ലൂഷൻ തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ പടിയും കൂടെയാണ് ഈ 2 വാക്യം. അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് ഈ റിപ്പീറ്റ് ചെയ്തത്. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച് വിശ്വസിക്കുന്ന നീയും ഞാനും നീതീകരിക്കപ്പെടും എന്നുള്ളതാണ്. വിശ്വസിക്കുന്ന നമുക്ക് അത് കണക്കിടും. എന്താണ് നീതീകരണം? കണക്കിടും. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ സമയം ഇവിടെ അവസാനിച്ചുകൊണ്ട് ഞാനത് ഇവിടെ നിന്ന് അവസാനിപ്പിക്കുകയാണ്. ദൈവം നമ്മളെ വിളിച്ച് ഈ ലോകത്തിൽ വെച്ചിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ പർപ്പസിനാണ്. നിങ്ങളും ഞാനും ഈ ലോകത്തിൽ ജനിച്ചു വീണത് ഒരു ഹാപ്പൻചുല ഒരു ആ ഇൻസിഡൻ്റ് ഒരു വിധിയോ അങ്ങനെയൊന്നുമല്ല. ദൈവത്തിൻ്റെ ഒരു പരമപ്രധാനമായ ഉദ്ദേശത്തിലാണ്. അത് മാത്രവുമല്ല, നിങ്ങളെയും എന്നെയും ദൈവം നീതീകരിക്കാനായിട്ട് യുഗങ്ങൾക്ക് മുമ്പേ യേശുക്രിസ്തു കൂടി സകലം ഒരുക്കിയിരുന്നു. അത് കാലത്തിൻ്റെ തികവെങ്കിൽ
നമുക്ക് വന്നു ചേർന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഞാനും നിങ്ങളും അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ടോ? കർത്താവിലുള്ള വിശ്വാസം, ഈ വിശ്വാസം എന്ന് പറയുന്ന വീണ്ടും വീണ്ടും പറയാണ്, അത് ജസ്റ്റ് ഒരു ഹെഡ് നോളജ് അല്ല. നമ്മുടെ പ്രവൃത്തിയിൽ കൂടി വിശ്വാസം കാണുമ്പോഴാണ് ആ വിശ്വാസം കാണപ്പെടുന്നത്. അത് നമ്മളത് ഏറ്റെടുക്കുമോ? ദൈവം നമ്മളെ വിടുവിക്കും, ദൈവം നമ്മളെ സഹായിക്കും. തുടർന്ന് നിങ്ങൾ ഇത് വാച്ച് ചെയ്യണം. 5-ാമത്തെ അധ്യായം ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു അധ്യായമാണ്. 5:11 കൊണ്ടുവന്നത് കൺക്ലൂഡ് ചെയ്യാണ് രക്ഷയെക്കുറിച്ച്. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഡോക്ടറിലുണ്ട്. ചിലപ്പോൾ അല്പം തിയോളജിക്കലായിട്ട് പറയുന്നുണ്ടെങ്കിൽ അത് ബോറടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. എല്ലാവരും ഇത് അറ്റൻഡ് ചെയ്യണം. ഇത് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഭാഗമാണ്. ബൈബിളിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-15 വാക്യം. ഇന്നത്തെ ചിന്തകൾ നമുക്ക് പ്രയോജനമായി തീർന്നു എന്ന് വിചാരിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ ഞങ്ങളെ വീണ്ടെടുത്ത വിലയൊക്കെ ഞങ്ങൾ ഓർക്കുകയാണ് കർത്താവെ. ഞങ്ങളുടെ അതിക്രമ നിമിത്തം കർത്താവെ കർത്താവിനെ മരണത്തിന് ഏൽപ്പിച്ചു. ഞാൻ ചെയ്ത പാപത്തിനാൽ കർത്താവിനെ മരണത്തിന് ഏൽപ്പിച്ചു. എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. പുതിയ ജീവൻ കൊടുത്തതിനാൽ ഞാനും നീതീകരിക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റ വിശ്വസിച്ചതിനാൽ ഞാനും നീതീകരിക്കപ്പെട്ടു എന്ന് ചിന്തിച്ചല്ലോ. കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളിലെ ദൈവത്തിൻ്റെ വലിയ ശക്തി ഈ ദിവസങ്ങളിൽ വ്യാപരിക്കട്ടെ. ആ ഉയർപ്പിൻ്റെ ശക്തി, പുതുജീവൻ്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസം വർദ്ധിച്ചു വരുവാനായിട്ട് ഇത് കാരണമായി തീരട്ടെ. ഈ ലോകത്തിലെ പലതായിട്ടുള്ള കാര്യങ്ങൾ വന്ന് ഞങ്ങളെ എക്സ്ക്യൂസ് ചെയ്യുമ്പോഴേ കർത്താവിൻ്റെ ശക്തിയിൽ ജീവിപ്പാനായി ഞങ്ങളെ സഹായിക്കുകയും ഇടവരുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്നുണ്ടല്ലോ, ഈ സമയത്ത് അത് ദൈവസന്നിധിയിൽ ഏറ്റു പറയൂ. ചിലരുടെ പാപത്തിൻ്റെ ആയിട്ടുള്ള പരിണിതമായിട്ടുള്ള ചില അഡിക്ഷൻസിൽ കൂടി കടന്നു പോകുന്നു. മദ്യപാനം, പ്രോണോഗ്രഫി, മൊബൈൽ അഡിക്ഷൻ, സമയം വൃഥാവായി കളയുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ, അവൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നുള്ള പ്രോമിസ്. നമ്മുടെ അതിക്രമങ്ങൾ അവൻ കാൽവറി ക്രൂശിൽ ഏറ്റെടുത്തു എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് നിങ്ങളെ ഇതിൽ നിന്നെല്ലാം വിടുവിക്കാനായിട്ട് കഴിയും. നിങ്ങളൊന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമോ? ദൈവം എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കണം. എല്ലാ കെട്ടുകളിൽ നിന്നും, ബോണ്ടേജിൽ നിന്നുള്ള വിടുതൽ ഇന്ന് രാത്രികാലം അവരുടെ ജീവിതത്തിൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ചില ആളുകൾക്കൊക്കെ ചില ഹാബിറ്റുകളൊക്കെ ഉപേക്ഷിക്കാനായിട്ട് ആഗ്രഹമുണ്ടെന്നാൽ അവരുടെ ഹൃദയത്തിലെ തീരുമാനശക്തിയില്ല. ഹൃദയത്തിലുള്ള തീരുമാനശക്തി പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്താൽ ഇന്ന് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവങ്ങളിൽ കേൾപ്പിക്കുന്ന കർത്താവെ, നീ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത് നിങ്ങളുടെ ലിങ്ക് മറ്റുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുകയും പ്രെയർ റിക്വസ്റ്റുകൾ നിങ്ങൾ അറിയിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.